ലവ്ലി ദേവികയുടെ ഒരു പുതിയ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ആക്ട്രസിന്റെ കഥയായാലോ? നേരെ സ്റ്റോറിയിലേക്ക് പോവാട്ടോ. സ്നേഹ എന്നായിരുന്നു അവളുടെ പേര്. ഒരുപാട് കാലത്തെ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചലച്ചിത്ര മേഖലയിലേക്ക് എത്തുന്നത്. ആദ്യം കുറച്ചധികം സ്ട്രഗിൾ ചെയ്തുവെങ്കിലും കഴിവും മറ്റു കാര്യങ്ങളുമൊക്കെ കൊണ്ട് എന്താ ഒരു പരിധിവരെ പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യാനും മുൻനിര നടന്മാരുടെ നായികയാകാനൊക്കെ പറ്റി. അതിലെന്താ, ഏറ്റവും കൂടുതൽ അഭിമാനം അവൾക്കും കുടുംബത്തിനും തന്നെയായിരുന്നു. പോകെ പോകെ സിനിമ ജീവിതമല്ലേ, ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആവശ്യമില്ലാത്തത്ര കൂട്ടുകാരും അല്പം തോന്നിയാസവുമൊക്കെ വന്നു ആ ജീവിതത്തിൽ. വീട്ടുകാരെയൊക്കെ ഒരു പരിധിവരെ അവൾ ഒഴിവാക്കിയെന്ന് വേണം പറയാൻ. സ്നേഹ എന്നായിരുന്നു പേര്. സ്നേഹയ്ക്ക് 23 വയസ്സാണ്. കാണാനൊക്കെ നല്ല സുന്ദരി, ഒതുങ്ങിയ അരക്കെട്ടും ആവശ്യത്തിന് ബാക്കി സാധനങ്ങളും. അപ്പൊ പിന്നെ പറയാനുണ്ടോ, ഇടതൂർന്ന തലമുടിയും നല്ല പാലുപോലെ വെളുത്ത നിറം. അക്കൂട്ടത്തിൽ കുറച്ച് അഭിനയിക്കാനുള്ള കഴിവും കൂടി ആയപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാവാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു അവൾക്ക്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അധികവും സ്വന്തം വിവരങ്ങൾ ആൾക്കാരിലേക്ക് പങ്കുവയ്ക്കുക. അതിന് താഴെ വരുന്ന കമന്റ്സുകൾ സ്വന്തം സൗന്ദര്യത്തെ പുകഴ്ത്തിയുള്ളതായിരുന്നു. ഓരോ അവയവത്തെയും പറ്റി ഓരോരുത്തർ പുകഴ്ത്തി പറയുമ്പോൾ അവൾ അതെല്ലാം നന്നായി ആസ്വദിച്ചു. അല്ലെങ്കിലും സ്ത്രീകൾ പൊതുവെ സ്വന്തം ശരീര സൗന്ദര്യം പുകഴ്ത്തി പറയുന്നതിൽ ഇഷ്ടമുള്ളവരാണല്ലോ. കുറച്ചൽപ്പം പച്ചയ്ക്ക് ഓരോന്ന് പറഞ്ഞാലും അവൾക്ക് ദേഷ്യം വരാറില്ല. മറിച്ച് മറ്റുള്ളവർക്ക് എന്നോടുള്ള സ്നേഹമാണല്ലോ അത് എന്നാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. എല്ലാവർക്കും ഉണ്ടാവുന്ന ഹൃദയവിശാലതയൊന്നും അല്ല അത്. അങ്ങനെ ഇരിക്കെ ഇൻസ്റ്റഗ്രാമിൽ പെട്ടെന്ന് ഫോളോവേഴ്സ് വല്ലാതെ കുറഞ്ഞു. എന്തു പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ ഒരറിവും കിട്ടിയില്ല ആൾക്ക്. സിനിമയിലാണെങ്കിലോ വല്ലാതെ ചാൻസും കുറയുന്നുണ്ട്. ആകെ സങ്കടത്തിലായ സമയമായിരുന്നു സ്നേഹിക്കത്. കുറച്ച് ഉരുമ്പെട്ട് ഇറങ്ങിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ടെൻഷനായി. അല്പസ്വല്പം അവിടെയും ഇവിടെയും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു പിന്നീട്. അത് കയറിയപ്പോൾ ആൾക്കാർ ഹരം കൊണ്ടു. അവളുടെ പേജിൽ പഴയതിനേക്കാൾ ഫാൻസിന്റെ തിക്കും തിരക്കുമായി. വളരെ നന്നായിട്ട് സ്നേഹയും അത് ആസ്വദിച്ചു. 23-കാരിയുടെ ഇത്രയും ബോഡി ഷേപ്പും അല്പസ്വല്പം പ്രായം തോന്നിക്കുമാറ് ഭംഗിയുള്ള ആ വലിപ്പമുള്ള സാധനങ്ങളുമൊക്കെ എല്ലാവരെയും ഹഠാൽ ആകർഷിച്ചു എന്ന് വേണം പറയാൻ. ഓരോ കമന്റും അവളെ വല്ലാതെ ഹരം കൊള്ളിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ തന്റെ ഫാൻസ് ഇടയ്ക്കിടയ്ക്ക് അകന്നു പോകുന്നതായിട്ടും ആ ഏറ്റക്കുറച്ചിലുണ്ടാവുന്നതായിട്ടൊക്കെ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എങ്ങനെയെങ്കിലും ഇവരെ പിടിച്ചു നിർത്തണം, അതാണല്ലോ ഏതൊരു സിനിമാ പ്രേക്ഷകരുടെയും സിനിമ നായികയുടെയും ഒക്കെ ആവശ്യവും ആഗ്രഹവും. അവളതുകൊണ്ട് അല്പസ്വല്പം തീക്കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവർ കൂടുതൽ തന്റെ ഒപ്പം നിൽക്കും. അതിനുവേണ്ടി അവൾ കണ്ടെത്തിയ ആയുധം സ്വന്തം ശരീരം തന്നെയായിരുന്നു. നന്നായി തന്നെ ഓരോ ശരീരഭാഗവും പ്രദർശിപ്പിച്ചുകൊണ്ട് അവൾ പിന്നീട് ലൈവുകളിലും മറ്റും വന്നുകൊണ്ടിരുന്നു. തിക്കും തിരക്കും കാരണം ആ പേജിലുണ്ടായ റീച്ച് ഭയങ്കരായിരുന്നു. അതിനിടയിൽ അവളുടെ ശരീരത്തോടുള്ള കൊതി വീണ്ടും വീണ്ടും ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു പുതിയ ബുദ്ധി തോന്നി. എന്താണെന്നോ, സ്വന്തം ഫാൻസിലേക്ക് തന്റെ ശരീരം എത്തിക്കുക, അതും നേരിട്ട് തന്നെ. മനസ്സിലായില്ലേ? ഒരു ദിവസം ലൈവിൽ വന്ന് പറഞ്ഞത് സ്നേഹ ഇപ്രകാരമാണ്: ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കും. ഒരു 10 ചോദ്യമുണ്ടാകും. അതിന് ശരിയുത്തരം എല്ലാവരും അന്വേഷിച്ച് കണ്ടെത്തിയാൽ എനിക്ക് അയച്ചു തരണം. അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എൻ്റെ ഒപ്പം ഒരു രാത്രി ചിലവഴിക്കാനുള്ളതാണ് സമ്മാനം. ഒരു രാത്രി ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഞാൻ നിങ്ങളുടെ സ്വന്തമായിരിക്കും. എങ്ങനെയുണ്ട്? എൻ്റെ ഈ ഓഫർ ഇഷ്ടപ്പെട്ടാൽ ക്വസ്റ്റ്യൻസ് ഞാനിന്ന് വൈകിട്ടത്തേക്ക് പോസ്റ്റ് ചെയ്യാട്ടോ. എൻ്റെ അമ്മോ, പറയാനുണ്ടോ? ആൾക്കാരുടെ തിക്കും തിരക്കും, യുവാക്കളും പ്രായമുള്ളവരും മധ്യവയസ്കരും എന്ന് വേണ്ട, സ്ത്രീകൾ പോലും കൗതുകം കൊണ്ട് കുതിച്ചു കയറി ആ പേജിലേക്ക്. തന്റെ ഐഡിയ ഏറ്റുവെന്ന് സ്നേഹയ്ക്ക് നന്നായി മനസ്സിലായി. ഓരോ തവണയും പല ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോഷൂട്ടിൽ തന്നെ മതിമറന്ന് നിൽക്കുന്നവർക്ക്
നിങ്ങളുടെ മുന്നിലേക്കിതാ ഒരു രാത്രി ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കാനുണ്ടോ ആൾക്കാര്? വൈകിട്ടത്തേക്ക് അവൾ അയച്ചു വെച്ചിരുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് നല്ല പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ബ്ലഡ് ഗ്രൂപ്പ്, എക്സാം എഴുതാൻ പോയ സെന്റർ എന്ന് തുടങ്ങി അവളുടെ പേഴ്സണലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അറിയാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ. തന്നെപ്പറ്റി കൂടുതൽ ആൾക്കാർ അന്വേഷിക്കട്ടെ എന്നതായിരുന്നു സ്നേഹയുടെ മനസ്സിൽ ആ സമയം ഉണ്ടായിരുന്നത്. എല്ലാവരും ഇരു കൈ നീട്ടി ആ ചോദ്യാവലിയെ സ്വീകരിച്ചു. ഒരു ഫാന്റസി കഥയെന്ന പോലെ ആയിരുന്നു പലർക്കും ഇത് തോന്നിയത്. ഇതൊക്കെ നടക്കുന്നതാണോ എന്ന് സംശയമുണ്ടെങ്കിൽ പോലും ആൾക്കാർ വിചാരിച്ചു, ഇനി നടന്നാലോ? ചെയ്തിടുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം 23 വയസ്സുള്ള സിനിമാ നടിയോടൊപ്പം ചിലവഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണോ? അതായിരുന്നു എല്ലാവരെയും ആ ചോദ്യോത്തരത്തിലേക്ക് പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചത്. അടുത്ത ദിവസം മുതൽ ഉത്തരങ്ങൾ കൊണ്ട് അവളുടെ പേജ് നിറഞ്ഞു. ഓരോരുത്തരായി കിട്ടുന്നതൊക്കെ മറ്റൊരാൾക്ക് കോപ്പി അടിക്കാൻ അവസരം കൊടുക്കാതെ അവൾക്ക് ഇമെയിൽ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനിടയിലാണ് നമ്മുടെ മുകേഷ് ഇതറിയുന്നത്. ഒരു സിനിമാ നടിയുടെ ചോദ്യാവലി, അത്രമാത്രമേ ആൾ ആദ്യം അറിഞ്ഞുള്ളൂ. ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ് മുകേഷ്. 38 വയസ്സുണ്ട്. ഭാര്യയ്ക്ക് 34 വയസ്സ്. രണ്ടാൾക്കുമുള്ളത് ഒരു പെൺകുട്ടിയാണ്. ഈ ചോദ്യാവലിയെപ്പറ്റി കാര്യമായി മുകേഷ് ഒന്നും അറിഞ്ഞിട്ടില്ല എങ്കിലും അല്പസ്വല്പം ഇതിലെന്തൊക്കെയോ മസാലക്കഥയുണ്ടെന്ന് ആൾക്ക് മനസ്സിലായി. അധിക സമയവും ഇൻസ്റ്റഗ്രാമിൽ സമയം ചെലവഴിക്കാറില്ലെങ്കിലും ചെയ്യുന്ന ആ അല്പനിമിഷത്തിലാണ് ഇതൊക്കെ കണ്ടത്. കൊള്ളാമല്ലോ, നല്ല പരിപാടിയാണല്ലോ എന്ന് വിചാരിച്ച് ഓരോ ചോദ്യങ്ങൾക്കായി അയാളും ഉത്തരം കണ്ടെത്തി തുടങ്ങി. പിന്നീടാണ് മുകേഷ് അറിയുന്നത് ഈ നായിക തന്നെയാണ് സമ്മാനമായി കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്ഭുതമായിരുന്നു അയാൾക്ക്. ഈശ്വര, അങ്ങനെയാണെങ്കിൽ താൻ കുടുംബത്തെ ചതിക്കുന്നത് പോലെ ആകുമോ തന്റെ ഭാര്യ? അതിനിപ്പോൾ തനിക്ക് തന്നെയാണ് സമ്മാനം കിട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അയാൾ അങ്ങനെയാണ് ആസ്വദിച്ചത് കേട്ടോ. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വീടിനടുത്തുള്ള വാസുദേവ് എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ അടുത്താണ് അയാൾ എത്തിയത്. മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ സിനിമാ നടി നമ്മുടെ സ്നേഹയുടെ പഴയ വീടിന്റെ അടുത്തായിട്ടാണ് വാസുദേവ് താമസിച്ചിരുന്നത്. അല്പസ്വല്പ സമയം അവരുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടും അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടെന്താ, ഈ കാര്യങ്ങളിൽ ഏതാണ്ട് 3/4 ഭാഗവും വാസുദേവിൽ നിന്ന് ചോദിച്ച് മുകേഷിനെ അറിയാൻ പറ്റി. മുകേഷിനെ ഓരോ തവണയും ഉത്തരം തയ്യാറാക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഈ ഭാഗ്യവാൻ താൻ തന്നെയാണെന്ന് സ്വന്തം മനസ്സ് പറയുന്നത് പോലെ. അയാൾ ആ വാസുദേവനോട് ചോദിച്ചു, ബാക്കി ഉത്തരങ്ങൾ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതോ നിങ്ങളെപ്പോലെ അവരെ അടുത്തറിയാവുന്നവർ തന്നെ ഉത്തരം എഴുതി കൊടുത്താൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ചാൻസ് കിട്ടുമോ? വാസുദേവൻ ചിരിച്ചു. അവൾ കരുതിക്കുട്ടി ഫാൻസിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണെന്നോ ഞങ്ങളെപ്പോലെയുള്ള പേഴ്സണലായി അറിയാവുന്നവരിതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സമ്മാനമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നും അയാൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു മുകേഷിന്. അപ്പോൾ മുകേഷിന് അല്പം വിശ്വാസം തോന്നി തുടങ്ങി. വസുദേവ്, മുകേഷ് പോയിട്ട് നാളെ വരൂ, ഉത്തരം ഞാൻ തയ്യാറാക്കി വെക്കാമെന്നായിരുന്നു പറഞ്ഞ്. 2 ദിവസം കൂടെയുള്ളൂ ഉത്തരം ആ സൈറ്റിലേക്ക് അയച്ചു കൊടുക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് സ്നേഹ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് മുകേഷിന്റെ മനസ്സിൽ സ്നേഹം മാത്രമായി. അവളെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അവളുടെ പേജിൽ കയറി ഓരോ ലൈവ് സ്ട്രീമും മറ്റും കണ്ടുകൊണ്ടിരുന്നു. ആദ്യമായിട്ടാണ് അവളെ ഇങ്ങനെയൊക്കെ അയാൾ കാണുന്നതും ശ്രദ്ധിക്കുന്നതും. ഇങ്ങനെയൊരു നായികയുണ്ടെന്ന് പോലും ഈ കുടുംബത്തിന്റെ പ്രാരാബ്ധത്തിനിടയിൽ അയാൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കണ്ട് അവളോട് വല്ലാത്ത ഇഷ്ടമായി. ശാരീരിക സൗന്ദര്യവും നിറവുമൊക്കെ അയാൾ നന്നായി ആസ്വദിച്ചു തുടങ്ങി. ഭാര്യയുടെ അടുത്ത് അധികം താല്പര്യം കാണിക്കാതിരുന്ന മുകേഷ് ആ സമയത്ത് പിന്നീട് ഭാര്യയുടെ അടുത്ത് നിരന്തരം ഓരോ തവണയും അവളുമായി സ്നേഹസല്ലാപത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മറ്റൊന്നിനുമല്ല, മനസ്സ് മുഴുവൻ സ്നേഹയായിരുന്നു. ഭാര്യയെ അതിനൊരു കരുവാക്കിയെന്ന് മാത്രം. ഭാര്യയ്ക്കാണെങ്കിലോ പണ്ട് തുടങ്ങി ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഭയങ്കര മടിയാണ്. ചുരുക്കി പറഞ്ഞാൽ മുകേഷ് അധികവും പട്ടിണി തന്നെ. ആ പട്ടിണിയിൽ നിന്നാണ് അയാൾ മറ്റൊരു സ്ത്രീയെപ്പറ്റി ചിന്തിച്ചത്. അത് പിന്നെ സ്വാഭാവികവുമാണല്ലോ. സ്വന്തം മനസ്സിൽ വന്ന മോശമാണ് ഇതൊക്കെ എന്ന ചിന്ത മുകേഷ് അങ്ങനെയാണ് ഓവർകം ചെയ്തത്. അതിനിടയ്ക്ക് അവസാന ഉത്തരവും കിട്ടിയപ്പോൾ വിറയ്ക്കുന്ന കൈകളോടെയാണ് അയാൾ അപ്ലോഡ് ചെയ്തത്.
2 ദിവസത്തിനുള്ളിൽ ആരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കുമത്രേ. സന്തോഷത്തോടെ ആ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് പിന്നീട് ആരാധകരെല്ലാം കാത്തിരുന്നത്. അതെ, ഇന്നാണ് സ്നേഹ പറഞ്ഞ ദിവസം. ലൈവ് സ്ട്രീമിൽ എല്ലാവരും കൊതിച്ചു പോകുന്ന ഒരു ട്രാൻസ്പെറന്റ് സാരി എടുത്താണ് അവൾ വന്നു നിൽക്കുന്നത്. ഇതാ വിജയുടെ പേര് ഞാൻ പറയാൻ പോവുകയാണ്. മുകേഷ് MP. മുകേഷിന്റെ ശ്വാസം നിലച്ചുപോയി. അതെ, തനിക്കാണ് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പേർ നിരാശയോടെ തലകുമ്പിട്ടിരുന്നു. ആ ഭാഗ്യം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നതായിരുന്നു കാരണം. മുകേഷിന് എന്ത് പറയണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലാത്ത അവസ്ഥ. അയാൾ പിന്നീട് പേഴ്സണലായി സ്നേഹ അയച്ചു കൊടുത്ത വെബ്സൈറ്റിൽ കയറി അവരുമായി സംസാരിച്ചു തുടങ്ങി. ഒടുവിൽ ഫോൺ നമ്പർ കൈമാറി. സ്നേഹ പറഞ്ഞിരുന്നു, ഈ സാരി ഉടുത്ത് തന്നെയാണ് വരാൻ പോകുന്ന എൻ്റെ ആരാധകനെ ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ആഹാ, എല്ലാവരുടെയും മനസ്സിളക്കുന്ന ഒരു കാര്യം കൂടി ആയിരുന്നു അത്. മുകേഷ് പിന്നീട് അങ്ങോട്ട് സ്നേഹയുമായിട്ടുള്ള ആ സ്നേഹം പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങി. ഒടുവിൽ അവർ പറഞ്ഞു വെച്ചിരുന്ന ആ ദിവസം എത്തിയിരുന്നു കേട്ടോ. മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് കാണാമെന്നതായിരുന്നു അവരുടെ കാര്യം. അവിടെ വെച്ച് അയാൾ തന്റെ ബൈക്കിൽ എത്തിപ്പെട്ടു. ഇഷ്ടപ്പെട്ട ഒരു പുതിയ ഡ്രസ്സ് വാങ്ങി ധരിക്കാനും താടിയും മുടിയും ഒക്കെ ഒന്ന് വെട്ടി ട്രിം ചെയ്ത് അല്പം സ്റ്റൈലിനാവാനുമൊക്കെ മുകേഷ് ശ്രദ്ധിച്ചിരുന്നു. ഭാര്യയുടെ അടുത്ത് ജോലിയുടെ ആവശ്യത്തിനായി ഒരു ദിവസം മാറി നിൽക്കുകയാണെന്ന് മാത്രം പറഞ്ഞു. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും സ്നേഹ ഫോൺ വിളിച്ചു. 2nd ഫ്ലോറിലേക്ക് വന്നോളൂ, റൂം നമ്പർ 300. അവിടെ ഞാൻ ഉണ്ടാകും. ഓരോ തവണ സ്റ്റെപ്പ് കയറുമ്പോഴും കാല് വിറയ്ക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ. ഏറ്റവും സാധാരണക്കാരനായ ഒരു വാർക്കൽ പണിക്കാരനാണ് താൻ. തനിക്കിതൊക്കെ വിധിച്ചിട്ടുണ്ടോ എന്നുള്ള സ്വയം സംശയവും അയാൾക്കുണ്ടായിരുന്നു. ഒടുവിൽ അവിടെ എത്തി റൂമിന്റെ ബെല്ലടിക്കുമ്പോഴേക്കും കതക് തുറക്കുമ്പോൾ അയാൾ ഞെട്ടിപ്പോയിരുന്നു. അതാ മഞ്ഞ വെളിച്ചത്തിൽ മാത്രം കണ്ടിട്ടുള്ള ആ സിനിമ നടി, ആ 23 വയസ്സുകാരി കിളുന്ത് പെണ്ണ് തന്റെ മുൻപിൽ അന്ന് ഫോണിൽ കണ്ട ആ ട്രാൻസ്പെറന്റ് സാരി ഉടുത്താണ് നിൽക്കുന്നത്. അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞവൾ ക്ഷണിക്കുമ്പോഴേക്കും അയാൾ കാലുകൾ ആ മുറിക്കകത്തേക്ക് വെച്ച് നടന്നു തുടങ്ങി. എന്തൊരു സുഗന്ധമാണ് ഇവിടെ. ഹോ, അപ്പൊ പിന്നെ ഈ പെണ്ണിന് എന്തൊക്കെയായിരിക്കും? ഇവളുടെ സൗന്ദര്യവും സുഗന്ധവും ഒക്കെ ആസ്വദിക്കാൻ കൊതിയാവുന്നു. അയാൾക്ക് ടെൻഷനായി. തന്റെ പൗരുഷം ടെൻഷൻ കൊണ്ടായിരിക്കും. വല്ലാത്ത ഉറക്കത്തിൽ തന്നെ അയാൾക്ക് പേടിയായി. ഇവളിനി ഈ വന്നിരിക്കുന്ന ആളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പോസ്റ്റ് ഇടുമോ? ടെൻഷൻ കൂടെ ആയപ്പോൾ അയാളുടെ ആ ആണത്തുമൊക്കെ വല്ലാതെ ചുരുണ്ടു കിടന്നിരുന്നു. അതിനിടയിൽ ഇവിടെ ഇരിക്കൂ, കുടിക്കാൻ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ പിടിച്ചാണ് അവൾ കൊണ്ടുപോയത്. നനുത്ത സ്പർശമേറ്റപ്പോൾ തന്നെ അയാൾക്ക് തന്റെ ഉറങ്ങിപ്പോയിരുന്ന പൗരുഷത്തിന് ജീവൻ വെക്കുന്നതറിഞ്ഞു. യെസ്, ഇനി ഞാനൊരു കലക്ക് കലക്കും എന്റെ സ്നേഹമോളെ, മുകേഷ് മനസ്സിലോർത്തു. കുടിക്കാനായി കൊണ്ടുവന്നിരുന്ന ആ സ്പടിക ഗ്ലാസ്സിലെ ജ്യൂസ് അയാൾ അവളെ നോക്കി ആസ്വദിച്ച് തന്നെ കുടിച്ചു. ഓരോ തവണയും അയാളുടെ കണ്ണുകൾ അവളുടെ ആ സ്വകാര്യമായ സ്ഥാനങ്ങളിലേക്ക് അമരുമ്പോൾ അവളതൊക്കെ വല്ലാത്ത കൊതിയോടെയാണ് ആസ്വദിച്ചത്. അതാണ് ബെഡ്റൂം, ഒന്ന് ഫ്രഷായി വന്നോളൂ. അയാൾ കുളിക്കാനായി പോയി. ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാനില്ല. വേഗം റെഡിയായിട്ടാണ് മുകേഷ് അവിടെ നിന്ന് ഓടി വന്നത്. അതാ ആദ്യം ധരിച്ചിരുന്ന സാരി മാറ്റി മറ്റൊരു മദാലസയെ ഓർമ്മിപ്പിക്കുമാറ് വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ആ ബെഡിൽ കയറി നീണ്ടു മലർന്നാണ് കിടക്കുന്നത്. അത് കണ്ടപ്പോഴേക്കും അയാളുടെ പൗരുഷം സകല വീരത്വവും എടുത്ത് കൊമ്പ് കുടഞ്ഞ് സടകുടഞ്ഞെഴുന്നേറ്റു. അവളെ കിട്ടിയാൽ ഇപ്പോൾ കടിക്കും, കടിച്ചു തിന്നും എന്നൊക്കെയാണ് അവസ്ഥ. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എന്നെ ഇഷ്ടപ്പെട്ടോ? അതായിരുന്നു സ്നേഹയുടെ ചോദ്യം. എന്തൊരു ചോദ്യമാണ്! ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടേ, എന്നെ ഇഷ്ടപ്പെട്ടോ? അയാളുടെ ആ എളിമയുള്ള സ്വഭാവം സ്നേഹയ്ക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. തീർച്ചയായും അല്പസമയത്തിനകം പരസ്പരം രണ്ടുപേരും ആശ്ലേഷിച്ചു. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടുവലിക്കാനും മറന്നില്ല. പിന്നെ അവിടെ ഒരു യുദ്ധം തന്നെയാണ് നടന്നത്. അയാളുടെ അസാമാന്യ വലുപ്പമുള്ള ആ പൗരുഷം കണ്ടപ്പോൾ തന്നെ
തൻ്റെ സെലക്ഷൻ മോശമായില്ലെന്നാണ് സ്നേഹയ്ക്ക് തോന്നിയത്. അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടായിരുന്നു. ഒരു മടിയുമില്ലാതെ അയാൾക്ക് വേണ്ടി അവൾ എല്ലാം തുറന്നു കൊടുത്തു. നമ്മുടെ എല്ലാ കാര്യത്തിലും എക്സ്പേർട്ടായിട്ടുള്ള മുകേഷിന് കയ്യിൽ കിട്ടിയ ഒരു കളിപ്പാവ കണക്കെ അയാൾ അവളെ നന്നായി തന്നെ ഉപയോഗിച്ചു. ഓരോ അണുവിലും സുഖം കൊണ്ട് നിറച്ചു. ഒടുവിൽ അല്പം വേദനയോടെ അവളിലേക്ക് പടർന്നു കയറുമ്പോൾ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് സ്നേഹ അയാളുടെ ചൂടും ചൂരും ഏറ്റുവാങ്ങിയത്. അവസാനം അവളിലേക്ക് അയാളെല്ലാം പകർന്നൊഴിക്കുമ്പോൾ സുഖം കൊണ്ട് രണ്ടുപേരും ഒപ്പം വിറച്ചിരുന്നു. അതെ, അവളെ തൃപ്തിപ്പെടുത്താൻ അയാൾക്ക് സാധിച്ചിരിക്കുന്നു. അന്ന് രാത്രി ഒരു തവണയല്ല, വീണ്ടും 2 തവണയ്ക്കാണ് അവളെ അയാൾ നിർബന്ധിച്ചത്. കൊതിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പടർന്നു കയറുമ്പോൾ അയാൾക്ക് തനിക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു. കൊതിയോടെ അല്പസങ്കടത്തോടെയുമാണ് പിറ്റേ ദിവസം ആ ഫ്ലാറ്റിൽ നിന്ന് മുകേഷ് ഇറങ്ങിപ്പോയത്. സ്നേഹയ്ക്കും എന്തോ കുറച്ച് സമയം കൊണ്ട് തന്നെ അയാളോട് വല്ലാത്ത അടുപ്പം തോന്നിയിരുന്നു. ഏറ്റവും സാധാരണക്കാരൻ, പണത്തിന് വല്ലാത്ത കുറവുള്ളവൻ, കറുത്തിട്ട് നല്ല ഉറച്ച ശരീരമാണ്. ശരീരത്തിന്റെ കരുത്തിനൊരു കുറവുമില്ല. സുഖിപ്പിക്കാൻ നന്നായി അറിയാം. അയാളെ എന്തിനു താനിനി വേണ്ടെന്ന് വയ്ക്കണം. പിന്നീട് അങ്ങോട്ട് അവരുടെ ദിവസങ്ങളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഒരു ജോലിയുണ്ട്, അടുത്ത ദിവസമേ വരുമെന്ന് പറഞ്ഞിറങ്ങുന്നത് മുകേഷിന്റെ പതിവായി. ഇപ്പോൾ സ്നേഹയാവട്ടെ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും പതിവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സുഖവും സ്നേഹവും പങ്കുവെച്ചാണ് അവരിപ്പോൾ പോകുന്നത്. സ്വന്തം ജീവിതത്തിൽ ഈ ലൈം ലൈറ്റിന് താഴെയുള്ള സിനിമാ നടന്മാരെയോ നടിമാരെയോ സ്വപ്നത്തിലെങ്കിലും ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ലല്ലേ. നമ്മുടെ മുകേഷിന് കിട്ടിയത് എന്തൊരു ഭാഗ്യമാണ്. ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല സൂപ്പർ സ്റ്റോറീസിനായി നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വീണ്ടും വരാട്ടോ. ബൈ ബൈ.